നൂഡിൽ മോമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നൂഡിൽസ് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള നൂഡിൽസ് എടുക്കാം. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഈ നൂഡിൽസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നൂഡിൽസ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മൂടി വെച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ട് 4 മിനിറ്റ് നേരം വയ്ക്കാം. നൂഡിൽസ് കറക്റ്റ് വെന്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്കുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കാം. 1 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പും കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഒരുപാട് സോഫ്റ്റ് ആവണ്ട, അങ്ങനെ മാവ് കുഴച്ചെടുക്കാം. ഇതേപോലെ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 4 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് നൂഡിൽസ് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ട നല്ല കറക്റ്റ് വേവാണ്. ഒന്ന് കൈവച്ചൊന്ന് പൊട്ടിച്ച് നോക്കാം. ഒന്ന് കടിച്ച് നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും ഇത് കറക്റ്റ് വേവാണ്. ഒന്നിനൊന്നും ഒട്ടാണ്ട് നല്ല ഭംഗിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി തീ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കത് അരിപ്പയിൽ അരിച്ചെടുത്തിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി കൂടുതൽ വെന്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഒരു ചെറിയ കഷ്ണം ക്യാബേജ്, ഒരു ക്യാരറ്റ്, സബോള, ഒരു ചെറിയ സബോള ഇതിൻ്റെ പകുതി മതി, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, എല്ലാം ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. ബീൻസ്, ഇനിയിപ്പോൾ ഇതിൽ ക്യാപ്സിക്കം ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വഴണ്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ സബോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സബോള അത് ഒന്ന് വഴണ്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. പച്ചക്കറികളൊക്കെ നല്ല ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എരിവ് ഇതിന് അത്ര വേണ്ട ആവശ്യമില്ല. ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ടൊന്ന് യോജിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കണ നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നൂഡിൽസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം, അപ്പോൾ നമ്മൾ വേവിക്കുമ്പോൾ നൂഡിൽസിൽ ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒന്നിനൊന്നും ഒട്ടിയിട്ടില്ല, കറക്റ്റ് വേവുമാണ്. ഇതിന് മാറ്റി വയ്ക്കാം. മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി പരത്തണ പോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒരുപാട് തിക്കുമല്ല, എന്നാൽ ഒരുപാട് തിന്നുമല്ല, അതേപോലെ നമുക്ക് പരത്തിയെടുക്കാം. അങ്ങനെ പരത്തുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കണ പോലെ ഉണ്ടെങ്കിൽ കുറച്ച് മൈദയും കൂടി ഒന്ന് തൂളി കൊടുത്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമ്മളൊരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ മോമോസും ഒരേ ഷേപ്പിലും അതുപോലെ ഒരേ വലിപ്പത്തിലും കിട്ടും. ഇതേപോലെ എല്ലാതും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ എല്ലാതും ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി ബാക്കിയുള്ള മാവും കൂടെ ഇതേപോലെ തന്നെ നന്നായിട്ട് ഒന്നും കൂടെ പ്രസ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എല്ലാത്തിലും ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഏറ്റവും എളുപ്പത്തിൽ മോമോസ് എങ്ങനെയാണ് ഷേപ്പ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഒന്നെടുത്തിട്ട് രണ്ടായിട്ടൊന്ന് ഇങ്ങനെ മടക്കുക. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഏറ്റവും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഈ ഫില്ലിങ് പുറത്ത് വരാണ്ടിരിക്കണ പോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ടറ്റം കൂടിയിട്ട് അങ്ങോട്ട് കൂട്ടി മുട്ടിച്ചിട്ട് വീണ്ടും പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കണ്ട, ഏറ്റവും നന്നായിട്ട് ഇങ്ങനെ കൈ വെച്ച് പ്രസ് ചെയ്യുക. ഫില്ലിംഗ് ഒന്ന് പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ 2 ഭാഗം കൂടെ ഇട്ട് ഒന്ന് വീണ്ടും പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് ബേസിക്കായിട്ടുള്ള മോമോസിൻ്റെ ഷേപ്പ്. നല്ല എളുപ്പമാണ്. ഇതുപോലെ എല്ലാതും നമുക്ക് ചെയ്തെടുക്കാം. നല്ല എളുപ്പമല്ലേ ഇത്? കുട്ടികൾക്ക് പോലും ഇങ്ങനെ ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇതേപോലെ എല്ലാതും നമുക്ക് ഷേപ്പ് ചെയ്ത് മാറ്റി വയ്ക്കാം.
ഇനി നമുക്ക് ഈ മോമോസ് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റീമറിൽ ഓഡി ഇക്കോ ബേക്കേഴ്സിൻ്റെ നോൺ സ്റ്റിക്ക് ലൈനേഴ്സാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ മോമോസൊന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇതിൽ എണ്ണ തടവേണ്ട ആവശ്യമൊന്നുമില്ല. 2-3 ട്രിപ്പൊക്കെ നമുക്ക് ഇതേ പേപ്പർ തന്നെ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് പറ്റും. എല്ലാ മോമോസും നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി സ്റ്റീമറിൽ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് തിളയ്ക്കണം വെള്ളം. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നേരം വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. മോമോസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. മോമോസിൻ്റെ കൂടെ മോമോസ് ചട്നി വേണമെങ്കിൽ ഉണ്ടാക്കാം. അതല്ലെങ്കിൽ ടൊമാറ്റോ സോസ് കൂട്ടിയിട്ടും കഴിക്കാൻ പറ്റും. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കായിട്ടോ അതല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ നമുക്ക് കഴിക്കാം. നല്ല എളുപ്പമാണ്. കുട്ടികൾക്ക് നല്ല എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.